അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വിഷയത്തെ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ചോദ്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഉദ്ദേശങ്ങൾ അത് സാധാരണക്കാർക്കുള്ള മറുപടിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചോദിക്കണം. നമ്മുടെ കേരളം മതി. നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു കേരളമൊന്നുമില്ല, യു പി ബീഹാർ. കാരണം രാജ്യം വിരിച്ച് അവരാ കൊണ്ടുവന്നേ. ഇതെല്ലാം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇന്നൊരു കുട്ടി റോഡിലോട്ട് ഇറങ്ങും. ഒരിക്കലും അല്ല. ഇപ്പോൾ വീടുകൾ കയറിയുള്ള ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയസാധ്യത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ളതാണ്. ഇടതുപക്ഷം എക്കാലവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തെറ്റുകൾ തിരുത്തിയാണ് മുമ്പോട്ട് പോകുക. ആ തെറ്റുകൾ തിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജനസമ്പർക്കം എന്നുള്ള നിലയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതാണ് ശരിക്കും ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്നതും ചെയ്യുന്നതും. ഇടതുപക്ഷത്തിന് ദയനീയ പരാജയം എന്നൊന്നും പറയാനില്ല, അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു പരാജയമൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. അത് ചില പ്രത്യേക ഇക്വേഷൻസിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ എണ്ണത്തിൽ ചില പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അല്പം കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പഞ്ചായത്തുകളോ അതിൻ്റെ മൊത്തം ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, വോട്ടുകളുടെ മൊത്തം സംഖ്യ വെച്ച് നോക്കുമ്പോൾ വോട്ട് ശതമാനത്തിൽ ചെറിയ 2% വേരിയേഷൻ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് മറ്റു ചില പ്രബലമായ കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ട് ബോധപൂർവ്വം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്നുള്ള ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ രൂപപ്പെടുത്തിയെടുക്കും. ഇവിടെ ഈ ഒരു നറേഷൻ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിനെന്തോ പരാജയം ഉണ്ടായി എന്നുള്ളത്. അങ്ങനെ ഒരു പരാജയം ഇടതുപക്ഷത്തിനുണ്ടാകില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുന്നതും അതിൻ്റെ ആശയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്നതോ പാർലമെൻ്ററി വിജയം എന്നുള്ളതോ കേവലമായ ഒരു ധാരണ മാത്രമാണ്. ആ കേവലമായ സാധനത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മളതിനെ പരിശോധിക്കുമ്പോൾ ഒരു ഭരണം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല. അവിടെ ഇടതുപക്ഷത്തിന് നേടുന്ന വിജയം എന്ന് പറയുന്നത് ചില ശാക്തിക ചേരികളോടുണ്ടാകുന്ന ഏറ്റുമുട്ടലിൽ താൽക്കാലിക പരാജയം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വോട്ടിലുണ്ടാകുന്ന വേരിയേഷനിൽ പരാജയം ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഇടതുപക്ഷം ഇന്ത്യയും ഒരു തരത്തിലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇന്ത്യ ആകമാനവും കേരളവും ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമാകാത്തത് മതമൗലിക ശക്തികളുടെയും മറ്റ് വലതുപക്ഷ പിന്തുണ ശക്തികളുടെയും ഏകീകരണം മൂലമാണ്. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ അവരെല്ലാം ഒന്നിക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്ന ഈ പഞ്ചായത്തുകളുടെ എണ്ണമോ മുനിസിപ്പാലിറ്റിയുടെ എണ്ണമോ നോക്കിയിട്ട് പരാജയം വിലയിരുത്തുന്നതിനപ്പുറം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വികസനം എന്ന കാഴ്ചപ്പാടും അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ മൂല്യമോ എടുത്തു വെച്ച് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം എനിക്ക് തോന്നുന്നത് 115 സീറ്റിന് മുകളിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത കേരളത്തിൽ. എന്തൊക്കെ വികസനങ്ങളാണ് എടുത്തു പറയേണ്ട വികസനങ്ങൾ? എന്തൊക്കെയാണ്? സർവ്വതല സ്പർശിയാണ്. അക്കാര്യത്തിൽ ഒരു മേഖല മാത്രമല്ല, മനുഷ്യൻ്റെ നിത്യജീവിതം, കേരളത്തിലെ മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാ മേഖലകളും സാധനം സ്വാഭാവികമായും വില കൂടും. കാരണം സ്വാഭാവികമായിട്ടും വില കൂടണം. 340 രൂപ 240 രൂപ മിനിമം ബേസുള്ള നാട്ടിൽ നിന്ന് 960 രൂപ മിനിമം ബേസുള്ള നാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാധനങ്ങൾക്ക് വില കൂടണ്ടേ? എങ്കിലല്ലേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വില കിട്ടൂ. അത് മനസ്സിലാക്കാത്ത 18 രൂപ 50 പൈസ മിനിമം കൂലിയുള്ള യു പിയിലെ നിലവാരത്തിലാണോ നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്? നമ്മൾ ഒരാളിന്ന് വെളിയിലിറങ്ങി സഞ്ചരിക്കണമെങ്കിൽ എത്ര രൂപ ഒരു മലയാളിക്ക് ആവശ്യമുണ്ട് ഒരു ദിവസം? അവൻ്റെ കയ്യിലും ചുറ്റുപാടുമുള്ള സാധനങ്ങൾ മാത്രം പരിശോധിച്ച് നോക്കും. 2000 രൂപയുടെ ഷർട്ടും 1000 രൂപയുടെ പാൻറ്റും ഒരു ചെയിനും 1500 രൂപയോ 1.5 ലക്ഷം രൂപയുടെ ബൈക്കും ഇല്ലാതെ ഒരു ചെറുപ്പക്കാരൻ നിന്ന് റോഡിലിറങ്ങാറില്ല. 1000 രൂപയുടെ പോക്കറ്റ് മണിയും കൊടുക്കണം. ഇതിനുള്ള സാധാരണക്കാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് സാധാരണ മനുഷ്യരായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് കേരളത്തിൽ ഈ വർഗീയവാദികൾക്ക് പെട്ടെന്ന് വേറുറപ്പിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകളിലേക്ക് ഇത്തരം ചെറിയ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നഗരമേഖലകളിൽ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ അടിസ്ഥാന ജനം എന്തിനേറെ കേരളത്തിലെ ഇവിടെ ഭിക്ഷ യാചിക്കുന്ന ഒരാളിനെ കാണിച്ചു തരാം. ഒരു മലയാളി, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ ബസ്സിൽ നടക്കണമല്ലോ. ഭിക്ഷ യാചിക്കുന്ന ഒരു മലയാളിയെ കാണിച്ചു തരാമെങ്കിൽ ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും.
അതിന് മലയാളി ഭിക്ഷക്കാരുണ്ട്. ഭിക്ഷക്കാർ ഇവിടുത്തുകാരല്ല, ഇവിടുത്തുകാർ ഇവിടുത്തുകാർ ഒരാളിനെ കാണിച്ചിട്ട് CM-ന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഇന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കും. കാരണം അവർ ഒന്നിലും പെടാതെ ലിസ്റ്റിൽ പെടാതെ മാറി നിൽക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ എവിടെയും പിടികൊടുക്കാതെ അവരങ്ങനെ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന. എന്തുകൊണ്ടാണ് അങ്ങനെ മാറി? ചിലപ്പോൾ മാനസികമായ ചിലരുടെ പ്രശ്നമാണ്, അത് ഒരു മാനസിക പ്രശ്നമാണ്. അതിന് വേറെ ചികിത്സയാണ് ആവശ്യം. കാരണം ചിലർ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കൊടുത്താലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഭിക്ഷ യാചിച്ച് മാത്രം ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ചെറിയ വിഭാഗം, വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഭാഗമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഇത് രണ്ടുമല്ല. ആദ്യ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പറയുന്നത് ലോകത്ത് ചൈനയ്ക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പിൻവലിച്ചു. ഇപ്പം ദരിദ്രരുണ്ട്. നിങ്ങൾ ഈ വാക്കുകളെ വളച്ചൊടിക്കാതെ നിങ്ങൾ ഈ കൊമ്പും കോലും കൊണ്ട് നടക്കുമ്പം വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, ഭാഷയെങ്കിലും മനസ്സിലാക്കുക. അതിദാരിദ്ര്യം എന്ന് പറയുന്നത് വേറെയാണ്, ദാരിദ്ര്യം വേറെയാണ്, രണ്ടാണ്. ദാരിദ്ര്യം, പട്ടിണി എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ഉണ്ട്, നിലവിലുണ്ട്. അത്യാവശ്യ സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത സൗകര്യം നിങ്ങൾ UP-ലോട്ട് നോക്കുക. ടോയ്ലറ്റ് സൗകര്യത്തിന്റെ കേരളത്തിൽ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത ഒരു വീടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള സംവിധാനം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലുണ്ട്. അവിടെ അത് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ കണ്ടെത്തി നടപടിയെടുക്കുന്നുണ്ട്. ആ നടപടിയെടുക്കുന്ന വീടുകൾ മാത്രമല്ല കേട്ടോ, പ്രധാന സ്ഥലങ്ങളിൽ പോലും. അതായത് ഇപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന ജനങ്ങൾ, ഒരുപാട് സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, ഗർഭിണികളുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ അത്തരത്തിലൊരു വീഡിയോ എടുത്തതാണ്. കാരണം ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം, പല വിദേശീയരും ഒക്കെ ഒരുപാട് വന്ന് ഇറങ്ങുന്നതാണ്. അല്ലല്ല, ഈസ്റ്റ് ഫോർട്ട് മാത്രമല്ല, ഈസ്റ്റ് ഫോർട്ട്, സ്റ്റാച്യു, തമ്പാനൂർ, ഇവിടെ ഒന്നും പൊതു ശൗചാലയം ഇല്ല. വളരെ തെറ്റായ നരേഷനാണത്, വളരെ തെറ്റായ നരേഷനാണ്. കേരളത്തിലെ മുഴുവൻ പമ്പുകൾ, അതായത് പെട്രോൾ പമ്പുകൾ, പിന്നെ പഞ്ചായത്തിൻ്റെ അല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ കോർപ്പറേഷനകത്ത് തന്നെ ഓരോ വാർഡുകളിലും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലല്ല, ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ സുബലയുണ്ട്, ഇതിനകത്ത് പബ്ലിക് ടോയ്ലറ്റ് 2 ഉണ്ട്. ഈ പബ്ലിക് ടോയ്ലറ്റ് ആണോ ഏട്ടാ? എല്ലാവർക്കും പോകാനായിട്ട് സമയപരിധി ഇല്ലേ ഇതിനൊക്കെ? ഇതിനകത്ത് സമയപരിധിയുണ്ട്, അവിടെ സമയപരിധിയില്ല. ഈ സുബലയിൽ സമയപരിധിയില്ല. തിരുവനന്തപുരം ഈസ്റ്റ് ബോട്ടിൽ 3 ഞാൻ കാണിച്ചു തരാം. ഇപ്പം EMS അക്കാഡമിയുടെ EMS ഓഡിറ്റോറിയത്തിലോട്ട് കയറുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ വലതുവശത്ത് 2 പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ട്. അവിടുത്തെ പേ എത്രയാണെന്ന് അറിയാമോ ചേട്ടന്? എത്ര? 10 രൂപ. 10 രൂപ. എൻ്റെ പൊന്നു സുഹൃത്തെ, 10 രൂപ കൊടുത്ത് ആ ഒരു ടോയ്ലറ്റേ ഉള്ളൂ ചേട്ടാ. അത് മൈതാനത്തുള്ള ഒരു ടോയ്ലറ്റ് അതല്ല, ഇതിന്റെ മുമ്പിലുണ്ട്. എന്തോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ചേട്ടാ, 2 ദിവസത്തിന് മുന്നേ ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ സാധാരണക്കാരുടെ അഭിപ്രായം എടുക്കും. അല്ല, ഞങ്ങൾ കണ്ടതാണ്. കാരണം പൊതുവഴിയിലാണ് അവര് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നത്. വരുന്ന വിദേശികള്, നിങ്ങൾ വിദേശികളാ ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നരേഷൻ മാത്രമാണ്. അവിടുത്തെ വഴിയോര കച്ചവടമുണ്ട്, അവർക്ക് പോലും പോകുന്നില്ല. വഴിയോര കച്ചവടത്തിന് വരുന്ന ആളുകൾക്ക് 10 രൂപ കൊടുത്ത് ഇതിന് പോകാൻ വയ്യാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് ആകെ ഉള്ളത് ഒരെണ്ണം, മൈതാനത്തുള്ള ഓപ്പണായിട്ടിട്ടേക്കുന്നതിന്റെ ദുരന്തം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്ന പബ്ലിക് ലൈബ്രറിയുടെ താഴത്തെ ടോയ്ലറ്റ്, അത് എപ്പോൾ ചെന്നാലും വൃത്തികേടാക്കിയിടുക. അത് ചില ആളുകൾ അവരുടെ ഒരു ശീലം എന്നുള്ള നിലയിൽ അവിടെ നോക്കി നടത്താൻ ആളില്ലേ? അവിടെ നോക്കി നടത്താൻ അവിടെ ആളിനെ വെച്ച്, ആളിനെ വെക്കുമ്പോൾ പേ ആൻഡ് യൂസ് ആവും. ആളിനെ വെക്കുമ്പോൾ 10 രൂപ കൊടുക്കണം. അതൊരു വരുമാനവും കൂടെ ആവുകയല്ലേ? അപ്പോൾ അവിടെ അതില്ലെന്ന്. ഇവിടെ ഇത് പബ്ലിക്, ഇവിടെ വരുന്ന ആളുകൾക്കുള്ളതാണ്. ഇവിടെ കയറുന്നവർക്കുണ്ട്. അപ്പം ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുന്ന സാധനത്തെ ഉയർത്തിക്കൊണ്ടൊന്നും കേരളത്തിൽ അതൊരു മനുഷ്യന്റെ പ്രാഥമിക കൃത്യം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് സർക്കാർ പരിഹരിക്കും. അതിപ്പോൾ ചേട്ടാ ഈ പറഞ്ഞത് സത്യമാണ്. കാരണം ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ പറഞ്ഞതിനോട് ഞങ്ങൾ ഇവിടുത്തെ മേയറിനെ വിളിച്ചുകൊണ്ട് വന്ന് ഈസ്റ്റ് ബോർഡിൽ കാണിച്ചു. ആകെ ഒരു ടോയ്ലറ്റ്, അതായത് നമ്മുടെ നയനാർ പാർക്കിനകത്ത് ആയിട്ടുള്ള ഇപ്പുറത്ത്, അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പുത്തിരിക്കണ്ടത്, അവിടെയാണ് ഒരു ടോയ്ലറ്റ് ഉള്ളത്. അവിടുത്തെ പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ 10 രൂപയും 8 രൂപയുമാണ് ചേട്ടാ ഇപ്പൊ പറഞ്ഞതുപോലെ. പല സമയങ്ങളിലും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ള ആകെ ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി തിയേറ്ററില്ലേ, പത്മനാഭ തിയേറ്റർ, അത് അടച്ചു പൂട്ടിയിട്ടുണ്ട്. അടച്ചു പൂട്ടിയിട്ടുണ്ട് ചേട്ടാ, വർഷങ്ങളായി. ഇപ്പോഴല്ല, കോവിഡ് സമയത്ത് അവിടെയും ഇല്ല. ഇപ്പൊ ഉള്ള ആകെ ഉള്ളത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അല്ല ചേട്ടാ, ഇപ്പൊ വികസനങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. വികസനം ഇങ്ങനെ ഇതിലൊന്നും തട്ടി നിൽക്കരുത്. നിങ്ങൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം താഴെ തട്ട് മുതലുള്ള താഴെ തട്ട് മുതലുള്ള വികസനത്തെ കുറിച്ച് നിങ്ങൾ ഈ ധീരധീരം ഘോരഘോരം പറയുമ്പോൾ ഈ മറ്റു പ്രദേശങ്ങളിൽ, അതായത് ഈ പറയുന്ന ആളുകൾ, നിങ്ങൾക്ക് നരേഷൻ തന്ന് രാവിലെ അതിന്റെ തന്ന് വിടുന്ന ആളുകൾ ഒരിക്കലും ഞാനും ഒരു സാധാരണ വ്യക്തിയാണ് ചേട്ടാ. അല്ല, ഉദ്ദേശിക്കുന്ന ചില സാധനങ്ങളുണ്ട്.
അവരുദ്ദേശിക്കുന്ന ഇപ്പം ഗുജറാത്ത് ആയാലും UP ആയാലും നമ്മൾ ഗുജറാത്തിലൊന്നും പോകുന്നില്ല, കേരളത്തിലെ കാര്യം. അവിടെ നിന്നാണല്ലോ നിങ്ങൾ ഈ സാധനമായിട്ട് വരുന്നത്. ഒരിക്കലും അല്ല, ഇത് നമ്മുടെ കണ്ണിൽ കണ്ട കാഴ്ചയാണ്. നിങ്ങളുടെ കണ്ണിൽ കണ്ട കാഴ്ച ശുദ്ധമായ തെറ്റാണ്, അസംബന്ധമാണ്. നിങ്ങൾ അസംബന്ധമാണ് മിണ്ടുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇതും കൊണ്ട് നടന്നിട്ട് അസംബന്ധമാണ്. അതെങ്ങനെയാണ് ചേട്ടാ? ഈസ്റ്റ് ബോട്ടിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഈസ്റ്റ് ബോട്ട് നമ്മുടെ നഗരഹൃദയത്തിന്റെ പ്രധാന ഭാഗമാണ് തിരുവനന്തപുരത്ത്. എനിക്ക് മാഡത്തിന്റെ പ്രായമുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൽ ഞാൻ വന്നിട്ട് മാഡത്തിന്റെ പ്രായമാണ് 36ാമത്തെ വർഷം തിരുവനന്തപുരത്ത് വന്നിട്ട്. അതായിക്കോട്ടെ, ഇവിടെ ജനിച്ചു വളർന്നവളാണ് ഞാനും. ഓരോ ഇഞ്ചും എനിക്കറിയാം. ചേട്ടൻ വന്നതാണെങ്കിൽ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അതാ പറഞ്ഞത്, ഓരോ ഇഞ്ചും എനിക്കറിയാം, ഓരോ ഇഞ്ചും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നത്. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് നരേഷനാണ് നടത്തുന്നത്. കേരളത്തിന്റെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളതെന്ന് ചേട്ടൻ പറഞ്ഞതിനോട് ഇപ്പൊ ഞാൻ ചേട്ടനോട് തർക്കിക്കുന്നില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഈസ്റ്റ് ബോട്ടിലെ ജനങ്ങൾ, അവിടെ ഉള്ളവർ ജനങ്ങളല്ലേ, അവിടുത്തെ ജനങ്ങളാണോ ഇല്ലയോ ഇനി അവരോട് ചോദിക്കേണ്ട വിഷയം. നമ്മളോട് അത് ഇവിടുത്തെ പബ്ലിക്കിനോട് ചോദിച്ചില്ല. അല്ല, ചേട്ടനോടല്ല, സർക്കാരിനോട്. അവര് ജനങ്ങളുടെ പരിച്ഛേദമായിരിക്കാം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് ബോട്ടിലെയോ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ മുമ്പിലോ വരുന്ന ആളുകളുടെ പ്രശ്നം മാത്രം പരിഹരിക്കുന്നതല്ല. ഈ നാട്ടിലെ സകല അതും പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതാ പറഞ്ഞത്. ഇനി പുതിയ സംവിധാനത്തിനകത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പുതിയ സംവിധാനം അവർ ഏറ്റെടുത്ത് നടത്താന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അത് അപ്പോൾ ഉടനെ നടക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. എല്ലാരും ഇങ്ങനെയാണല്ലോ, വരുന്നവരെല്ലാരും ഈ വാഗ്ദാനങ്ങൾ തരുന്നതല്ലേ ഉള്ളൂ. വിശ്വസിക്കുന്ന ജനങ്ങളെ പറയാൻ. മാഡം ഇവിടെ ഇതുവഴി നടന്നാമല്ലോ. ഈ റോഡുകളും ഇന്നത്തെ ട്രാഫിക്കിങ്ങും കേരളത്തിലെ മൊത്തം ട്രാഫിക്കും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ നീറ്റ്നെസ്സും മറ്റു സാധനങ്ങളും മൊത്തത്തിലെടുത്ത് പരിശോധിക്കും. പാർക്കിംഗ് സൗകര്യം ഒന്ന് പറയാമോ ചേട്ടനെങ്കിൽ? പാർക്കിംഗ് സൗകര്യം കിട്ടാവുന്നിടത്തൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. അതിൽ കൂടുതൽ കേരളം എന്ന് പറയുന്നത് ഒരു കൊച്ചു. എനിക്കിപ്പോ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്റെ ശത്രുവല്ല, എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഇങ്ങനെയല്ല, എല്ലാവരും ഇടതുപക്ഷത്തെ സ്നേഹിച്ചും കൊല്ലുകയാണ്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ രീതി ഇതാണ്. നിങ്ങൾ ആരുടെയും അച്ചാരം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇടതുപക്ഷം അതിന്റെ ആവശ്യമില്ല. എങ്കിൽ പിന്നെ അത് ചേട്ടനോടല്ല ചോദിക്കേണ്ടത്. അങ്ങനെ സ്നേഹിക്കണം. ചേട്ടാ അച്ചാരം വാങ്ങിച്ചെങ്കിൽ ചേട്ടാ അങ്ങനെ പറയരുത്. എങ്കിൽ ചേട്ടനോടല്ല ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് നേരിട്ട് പോയി പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കാം. അവര് അവരോട് ചോദിക്കണം അവരുടെ എന്താണ് നിങ്ങളുടെ ഇതിനെ കുറിച്ചുള്ള. അല്ല ചേട്ടാ, ഇല്ല കൊള്ളത്തില്ല, വലിയ വണ്ടിയാണ്. ഇല്ല പോകും. അപ്പോൾ അവരുടെ നേരേഷനെ കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കണം. ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കേരളത്തിൻ്റെ തെക്കേ അറ്റം വരെ വടക്കേ അറ്റം വരെ നിരന്തരം സഞ്ചരിക്കുന്ന ആളുകൾ എന്നുള്ളത്, സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ എന്നുള്ളത്, അത് എഴുതുകയും പറയുകയും സംബന്ധിച്ചിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള വീഴ്ചയല്ല. നിങ്ങൾ എന്താ ഈ പാർട്ടിയുടെ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള വീഴ്ചയല്ല. പാർട്ടി ഇപ്പൊ ഞാൻ പറയട്ടെ, തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്നത് വ്യക്തികളെ നോക്കിയാണ്, ഒരിക്കലും പാർട്ടിയെ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. അപ്പൊ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റുപറച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഏറ്റുപറച്ചിലൊന്നല്ല. അതിനെ നിങ്ങൾ അത് പള്ളി പോയി പറഞ്ഞാൽ മതി. അവര് പറയുന്നുണ്ടല്ലോ, ബേബി പറയുന്നുണ്ട്. ഏറ്റുപറച്ചിൽ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. ഞങ്ങൾ തിരുത്തും എന്നാ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. അതാണ് കമ്മ്യൂണിസ്റ്റ് സ്റ്റൈൽ. അല്ലാതെ ഏറ്റുപറച്ചിലൊന്നുമില്ല. ഞങ്ങൾക്ക് ഏറ്റുപറച്ചിലിന്റെ പ്രശ്നം ഇന്നലെ വരെ ചെയ്തത് തെറ്റാണെന്ന് പറയണം. ഇന്നലെ വരെ ചെയ്തത് ശരിയായിരുന്നു, ഇന്ന് നാളെയും ചെയ്യുന്നത് ശരിയാണ്, എല്ലാം ശരിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശരിയാണ്. പക്ഷെ അത് ജനങ്ങൾ ബോധ്യപ്പെടുന്നവരുണ്ടായ അപാകതകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നാണ്. തിരുത്തും എന്ന് പറഞ്ഞാൽ അതാ എൻ്റെ അർത്ഥം. അല്ലാതെ തെറ്റ് ചെയ്തു എന്നല്ല. തെറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വാക്കുകൾ അറിയാൻ നടന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ചൊന്നും പറയാനില്ല. ആര് ചെയ്തു? സ്വർണ്ണക്കൊള്ള ആര് ചെയ്തു? നിങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണത്തെക്കുറിച്ചോ ദേവസ്വം ബോർഡിനെ കുറിച്ചോ വല്ല പിടിയുണ്ടോ? സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് സത്യം. സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. സർക്കാരിന് ഒരു കാര്യവും ഇല്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അത് ശരി. അപ്പൊ അവിടെ ഇരിക്കുന്ന മന്ത്രിമാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒന്നും മന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പാണ് എന്നുള്ളതല്ലാതെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത് കോടതിയാണ്. അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് കോടതിയും വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട കുറേ വേറെ ചില സംവിധാനങ്ങളും കൂടെ ചേർന്നുകൊണ്ടാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ ഭരണകൂടത്തിൻ്റെ അന്നത്തെ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെതായിരുന്നത് കൊണ്ട് ആ ക്ഷേത്രങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ കീഴിൽ വന്നപ്പോൾ അതിനെ സ്വതന്ത്രമായി നിലനിർത്താനും അത് വിശ്വാസികളുടെ കീഴിൽ, വിശ്വാസികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണത്. വിശ്വാസികൾ സൂക്ഷിക്കുന്ന ജോലിയൊന്നുമില്ല, വിശ്വാസം സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസം അവിടെ നിലനിൽക്കും. വിശ്വാസം അവിടെ ഇരിക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം സൂക്ഷിക്കാനായിട്ട് അവിടെ ഇരിക്കുന്ന ഈ സ്വർണ്ണമൊന്നും ആരുടെയും സ്വന്തമല്ല. ഈ സ്വർണ്ണമൊക്കെ ഓരോ കാലങ്ങളിൽ ആളുകൾ കൊണ്ട് കൊടുത്തിട്ടുള്ള സ്വർണ്ണമാണ്. അത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനവും മറ്റു രീതികളും ഒക്കെ ഈ ഭരണകൂടത്തിന്റെ കീഴിലുള്ള സംവിധാനത്തിലുണ്ട്. അതാരെങ്കിലും എവിടെയെങ്കിലും കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ പിടിച്ചു പറിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും തിരിച്ചെടുക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചതും
അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതും ആ സംഘത്തിനെ കൊണ്ട് ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നതും CPM-ന്റെ കാലത്ത് പോലും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളിനെ ഉൾപ്പെടെ കമ്മിറ്റി അംഗങ്ങളെ ദേവസ്വം കമ്മിറ്റി അംഗത്തെ വരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ജയിലിലാണ്. ആരെയും രക്ഷിക്കാൻ ഭരണകൂടം പോകുന്നില്ല. അത് എൻ്റെ പൊന്നു സുഹൃത്തെ പോയിട്ടില്ലല്ലോ, പോയിട്ടില്ല. ഈ സാധനം വെളിയിൽ വന്നവരുടെ കാലത്താണ്, ഇടതുപക്ഷത്തിൻ്റെ കാലത്താണല്ലോ. അല്ലാതെ വലതുപക്ഷത്തിന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന കൊള്ള വെളിയിൽ വന്നതും ഈ സമയത്ത് ഇത് ഒതുക്കാമായിരുന്നല്ലോ. ഒരു അന്വേഷണ പ്രകാശനം നടത്തി സർക്കാർ ഒതുക്കാമായിരുന്നല്ലോ. ഒരു മട്ടിലാണല്ലോ ഇപ്പോ തന്ത്രിയുടെ അറസ്റ്റോട് നിങ്ങളോട് ആര് പറഞ്ഞു? SIT വിളിച്ചു പറഞ്ഞു? കേസ് അന്വേഷിക്കുന്ന ഹൈക്കോടതി പറഞ്ഞു. അവര് പറഞ്ഞാലേ തീർച്ചയായിട്ടും കേസ് അന്വേഷിക്കുന്ന ഹൈക്കോടതി. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നരേഷൻ കൊടുക്കരുത്. കേസ് അന്വേഷിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഒരു റോളും ഇല്ല. ഈ കേസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞും ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എന്താ കാണണ്ട? ഇവരെല്ലാം കൂടെ തൂക്കിക്കൊള്ളണോ? എന്തിനാ? പിന്നെന്താണ്? നിയമത്തിൻ്റെതായ വഴിയുണ്ട് മാഡം. ആ നിയമത്തിൻ്റെതായ വഴിയിലൂടെ പോവുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും സർക്കാരിന് ചെയ്യാനാവില്ല. സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു കൊടുത്തു. അവരതിൻ്റെ തൂണും തുരുമ്പും കംപ്ലീറ്റ് പൊക്കി പറക്കിയെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇവരാരും കോടതി പോലും നിർദ്ദേശിക്കാത്ത കാര്യങ്ങളിലേക്ക് പോലും അന്വേഷണം പോവുകയും അവിടുത്തെ എല്ലാ തൂണും തുരുമ്പും, അവിടുത്തെ മാത്രമല്ല തൊട്ടടുത്ത സകല ക്ഷേത്രങ്ങളിൽ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ വീണ്ടും അവിടെ ഒരു ചെറിയ മോഷണത്തിന്റെ ഇത് നടന്നായിരുന്നു. ഇവിടെ എല്ലാ ഈ ക്ഷേത്രം എന്ന് പറയുന്ന സാധനം കൊള്ളയടിച്ച സ്വത്ത് കൊണ്ട് വയ്ക്കാനും പിന്നീട് ആളുകൾക്ക് കൊള്ളയടിക്കാനും എക്കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ സാധനം. പണ്ട് മുതലേ അങ്ങനെയാണ്. അത് പുതിയ അറിവല്ല, അങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. കായംകുളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ഈ കൊല്ലം ഉൾപ്പെടെ അതിനപ്പുറത്തുള്ള രാജ്യങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് ഈ അമ്പലങ്ങളിലെ ഈ സ്വത്തുക്കൾ മൊത്തം. അല്ലാതെ ഈ സ്വർണ്ണമൊന്നും ഇവിടെ ആരുടെയും കുടുംബമയൊന്നും ആയിരുന്നില്ല. ഓരോ പ്രദേശങ്ങളെയും കൊള്ളയടിച്ച് ഓരോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നിട്ടുള്ളത് മുതലാണല്ലോ ഇന്ന് ജനായത്ത ഭരണത്തിൽ കയറിയിരിക്കുന്ന അധികാരികൾ. സുഹൃത്തെ, അങ്ങനെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണെന്ന്. ഇത് ചരിത്രമായിട്ട് മനസ്സിലാക്കുക. ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും ക്ഷേത്രങ്ങളിലാണെന്ന് സ്വത്തുക്കൾ കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്നും ഒരു കല്ല് പോലും പറക്കി വെക്കാതെ ഇട്ടേക്കുക കായംകുളം ക്ഷേത്രം. അറിയോ എന്തിനാ അവിടെ അങ്ങനെ ഇട്ടേക്കുന്നത്? ആ ക്ഷേത്രം ഇന്നും പൊളിക്കുക. അന്ന് അടിച്ചു പൊളിച്ച ക്ഷേത്രം അതുപോലെ ഇട്ടിരിക്കുക. ഇവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് അടിച്ചു പൊളിച്ചിട്ട് വന്നതാണ് ആ രാജ്യത്ത്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുവന്ന് ഒരു രാജ്യം സ്വത്തുണ്ടാക്കും. ഇത് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വന്ന പ്രവൃത്തിയാണ്. ലോകത്ത് എല്ലായിടത്തും നടന്നു വന്ന പ്രവൃത്തിയാണ്. അതിവിടെയും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊള്ളയടിക്കൽ ഇതിനകത്തിരിക്കുന്ന മൊത്തം കൊള്ളക്കാരന്മാരാ. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ അന്ധമായ വിശ്വാസവും അമിതമായ വിശ്വാസവും പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആളുകളും ആരെ കിട്ടിയാലും കൊള്ളയടിക്കുന്ന ടീമാണ്. അത് പണ്ട് മുതലേ അവർ വിശ്വാസികളെ പാവം അവരെന്ത് വേണം? അവർ വിശ്വാസത്തിൻ്റെ അടുത്താണ് ഇത് നിൽക്കുക. മറ്റേ വിശ്വാസത്തിൻ്റെ ഈ പക്കിൽ നിൽക്കുന്ന ഇവരെ ബലപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ട്. അതായത് തീവ്ര മതവിശ്വാസവും തീവ്ര അന്ധവിശ്വാസവും എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്തിനാ അവർ ഈ അന്ധമായ വിശ്വാസങ്ങളുടെ പേരിൽ പറയുന്നത്? ഇപ്പം നടന്നേക്കുന്നതും അത്തരത്തിലൊരു കൊള്ളയല്ലേ നടന്നേക്കുന്നത്? ഇത് ഇന്നലെ നടന്ന കൊള്ളയല്ലല്ലോ. ഇത് കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഭരണകാലത്തും കേരളത്തിൽ BJP വരാത്തോണ്ട് പിന്നെ അവരുടെ പേര് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അവർ വന്നാലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്തും കൃത്യമായിട്ട് നടന്നതാണ് ഈ ശബരിമല. പിന്നെ ശബരിമല വിഷയം ഇത്ര വലിയ വിഷയമൊന്നും അല്ല. ശബരിമല വിഷയം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന മൊത്തം ഈ തട്ടിപ്പുകളുടെ ഒരു ചെറിയ പങ്ക് മാത്രമാണ്. ഇവിടുത്തെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സാധനം മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ മനുഷ്യരെ എത്രയോ കാലമായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു 30-20 വർഷം മുമ്പ് വരെ അവിടെ ദിവ്യജ്യോതി വരുന്നു എന്ന് പറഞ്ഞു. ശബരിമല ദിവ്യജ്യോതിയായിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്, ഇല്ലയോ? ഓർമ്മയുണ്ടോ? എനിക്കൊന്നും ഓർമ്മ കാണത്തില്ല. അവിടെ ദിവ്യജ്യോതിയായിരുന്നു. എങ്ങാണ്ട് ഒന്ന് ഇങ്ങനെ സ്വയംഭൂവായിട്ട് ജ്യോതി വരുമായിരുന്നു. അവസാനം ഇവിടുത്തെ യുക്തിവാദികളും പരിഷത്തുകാരും എല്ലാം കൂടെ പോയി ആ സാധനം പൊളിച്ചടിക്കിയപ്പോൾ പിന്നെ അത് മകരജ്യോതി മാത്രമായി. അന്ന് കൊള്ളയടിച്ച പൈസ ആരുടെയാണ് കൊള്ളയടിച്ചപ്പം? എന്നെപ്പോലുള്ള ഇവിടുത്തെ വിശ്വാസികളെ മൊത്തം കൊള്ളയടിക്കുമല്ലായിരുന്നു ചെയ്തത്. ഇങ്ങനെ കാലാകാലങ്ങളിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാനുള്ള സാധനമാണ്. കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. എന്താ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു വിശ്വാസി മാത്രമാണെങ്കിൽ നിങ്ങൾ കൊള്ളയടിക്കപ്പെടും. ആട് തേക്ക് മാഞ്ചേത്തിയും തുടങ്ങി ഇന്നും ഇവിടെ കോയിൻ തട്ടിപ്പ് വരെ നടക്കുന്നില്ലേ? എന്താ നടക്കുന്നത്? നിങ്ങൾക്കൊരു വിശ്വാസം
അത് വിശ്വാസമുള്ള ആളുകൾക്ക് അങ്ങനെ സംഭവിക്കും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും മൂന്നാം തുടർ ഭരണം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ചേട്ടാ? തീർച്ചയായിട്ടും മൂന്നാമത് തുടർ ഭരണം അല്ലാതെ വേറെ സ്പേസ് ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 10 വർഷം മുമ്പത്തെ ഒരു ഇരുട്ടുണ്ടായിരുന്നു ഈ നാട്, ഒരു ഇരുട്ട്. നിങ്ങളുടെ കുട്ടികളോട് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചിരിക്കുകയാണ്. എന്താ ഒരു ഇരുട്ടില്ലാഞ്ഞ്? ഒന്നും വേണ്ട. എന്താ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10 വർഷത്തിലുണ്ടെങ്കിൽ ലോഡ് ഷെഡിങ് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ചില കാര്യങ്ങൾ സമ്മതിക്കണം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 72 കൂട്ടാൻ തീരുമാനിച്ച് ലോക്ക് ചെയ്തായിരുന്നു. ഇതിൽ 3/4 പങ്കും ഇന്ന് ലാഭത്തിലാണ്. കേരളത്തിലെ എത്ര സ്കൂൾ പൂട്ടിയെന്നറിയാമോ? ആ വർഷം സർക്കാർ സ്കൂളുകൾ എത്ര എണ്ണം പൂട്ടി? ആ പൂട്ടിയ സ്കൂളുകൾ വിലയ്ക്ക് വാങ്ങി വീണ്ടും തുറന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളാണ്. ഏതൊക്കെയാണെന്ന് കോഴിക്കോട് മാലാപ്പറമ്പ് ഒരു ഉദാഹരണമല്ലേ? ഇടിച്ചു പൊളിച്ച് JCB കൊണ്ടുവന്ന് നടത്തുന്നില്ല ആ സാധനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായത്. ഏതാ അല്ലാത്ത സ്കൂൾ? നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും സ്കൂളിൽ ചെന്ന് നോക്ക്, മുഴുവൻ എന്തുവാ ഹൈടെക് ക്ലാസ് റൂമുകളാണ്. അല്ലാതെ വെറും ക്ലാസ് റൂമല്ല, ഹൈടെക് ക്ലാസ് റൂമുകളാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം. അങ്ങനെയുള്ള ക്ലാസ് റൂമുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല. നിങ്ങൾ ആരോഗ്യ മേഖല ഇന്നത്തെ പത്രത്തിൽ, ആരോഗ്യ മേഖല നല്ലതാണെങ്കിൽ നമ്മുടെ മുഖ്യൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഇന്നത്തെ പത്രത്തിൽ നിങ്ങളുടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഉരുട്ട് ചോദ്യം ചോദിക്കുമ്പോഴാണ് ഞാൻ വളരെ മോശമായിട്ട്. ഞാൻ 30-36 വർഷം കൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അത്ര ചോദ്യം. ആരോഗ്യ കേരളം ശരിയാണ്. ആരോഗ്യ കേരളം നമ്പർ 1 നിങ്ങൾ ഇന്നത്തെ പത്രം നോക്കുക. ഇന്നത്തെ പത്രത്തിൽ ഒരു നെതർലാൻഡുകാരിയാണോ ഒരു ഫ്രാൻസുകാരിയാണോ ഏതോ ഒരു വിദേശ രാജ്യത്തെ ഒരു സ്ത്രീ, ഞാനത് നോക്കുന്നുണ്ട്. അവർ വന്നിട്ട് അവരുടെ മുഖക്കുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ആശുപത്രിയിൽ ചെന്ന് 10-30 മിനിറ്റിനകത്ത് അവർക്ക് മരുന്ന് കിട്ടും. അവരിന്നിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രോഗത്തിന് ആശുപത്രിയിൽ പോകണമെങ്കിൽ ഏതാണ്ട് 8 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത് 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഡേറ്റ് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ഇതിൽ തന്നെയാണ് ചേട്ടാ ആ പത്രത്തിൽ തന്നെ വായിച്ചിരിക്കും ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ച് മാറ്റിയ സംഭവം. ഡോക്ടർ ഡയനാസ്ത ഉണ്ട്. അത് നമ്മുടെ കേരളത്തിലാണ് അത് സംഭവിച്ചിട്ടുണ്ട്. കുറ്റക്കാരൻ്റെ നടപടി എടുക്കണം. അത് 100% പെർഫെക്റ്റ് ആണ് എല്ലാം എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപടി എടുക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം കേരളത്തിലെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ, കേരളത്തിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഇന്ന് പഴയ അതൊരു 10 വർഷം മുമ്പത്തെ മെഡിക്കൽ കോളേജിനേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ നിലവാരത്തിലാണ്. നമ്മളെ GH ജനറൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ ഒരു വാർത്ത വന്നതേ ഉള്ളൂ. അവിടെ സ്കാനിങ്ങിനും മറ്റുള്ളതിനൊക്കെ പോവുകയാണെങ്കിൽ അവർ ചെറിയ തരത്തിലുള്ള ഫീസ് ഈടാക്കുന്നു. ചിലർക്കൊന്നും കാണത്തില്ല. അത് അവിടെ തന്നെ അവരെ സമ്മതിക്കുന്നു ഹോസ്പിറ്റലിൽ. ചിലപ്പം അവിടുത്തെ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുപാട് വരുമാനമുള്ള അവിടെ സാധാരണക്കാരാണ് ചെല്ലുന്നത്. അല്ല, സാധാരണക്കാരാണെങ്കിൽ അവിടെ ഫ്രീ ആയി സൗജന്യമായിട്ട് കിട്ടും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ടോൾ ഫ്രീ നമ്പർ വെച്ചിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് നടപടി ഉണ്ടാവും. അല്ല, അതിനെതിരെ വാർത്തയും വന്നിരുന്നു കേട്ടോ. ഉണ്ടാകാം. ഇത് എക്സിസ്റ്റ് ചെയ്യണ്ടേ? ഒരു പ്രദേശത്ത് കറണ്ട് ചാർജിനെങ്കിലും ആ മെഷീൻ്റെ കറണ്ട് ചാർജിനെങ്കിലും പൈസ അവിടെ സ്വരൂപിക്കാൻ കഴിയുമെങ്കിൽ അത് നോക്കുന്നുണ്ടാവാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 10 രൂപയും മുടക്കാതെ എന്തായാലും ലോകത്തിലെ ഏറ്റവും നല്ല ആരോഗ്യ നിലവാരത്തിൽ നിൽക്കുന്ന രാജ്യമാണ് ഈ കേരളം. നിങ്ങൾക്കറിയാമോ, ഞാൻ UP-ലും ബീഹാറിലും ഒക്കെ സ്ഥിരമായി സഞ്ചരിക്കുന്ന ആളാണ്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു കേരളമൊന്നുമില്ല, UP-യും ബീഹാർ. കാരണം രാജ്യം തിരിച്ച് അവരാ കൊണ്ടുവന്നത്. ഇവിടെ 25 പൈസ തരുമ്പോൾ 75 പൈസ അവർക്കാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന രാജ്യത്ത് ഇനിയും ഒരു ഡോക്ടറെ ആ നാട്ടുകാർ, ആ ജില്ലയിലെ ആളുകൾ കാണണം. ഞാനിത് അതിഭാഗത്തെക്കാർക്ക് പറയുന്നതല്ല, ഞാനിതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇനി ആ ജില്ലയിൽ ഒരാൾ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കാണണമെങ്കിൽ, ഒരു രൂപത്തെ കാണണമെങ്കിൽ ഇനിയും ഒരു കുട്ടി ജനിച്ച് അതിനൊരു കുട്ടി ഉണ്ടായി അതിന് പഠിച്ച് MBBS കഴിഞ്ഞു അടുത്ത 25-30 വർഷം കഴിയാതെ ആ ഒരു ജില്ലയിൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരാളില്ല, ഒരു ഡോക്ടറില്ല. അതാണ് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും ഗ്രാമീണ ജീവിത നിലവാരത്തിൻ്റെയും പ്രശ്നം. കാരണം 4 വയസ്സുള്ള കുട്ടി കപ്പലണ്ടി പാടത്തിലേക്ക് കളപറിക്കാൻ ഇറങ്ങുകയാണ്. അവൻ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. 4 വയസ്സുള്ളപ്പം ജോലി ചെയ്ത് ജീവിക്കുക. പക്ഷേ അവിടുത്തെ പ്രശ്നം ഇതാണ്, 4 വയസ്സുള്ളപ്പോൾ അവൻ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ ജോലി ചെയ്യുന്നതുകൊണ്ട് ആ കപ്പലണ്ടി നമുക്ക് ഇവിടെ ഡീസൻ്റായിട്ട് കുറച്ചുകൊണ്ട് നടക്കാം. പക്ഷേ ആ കപ്പലണ്ടിക്ക് 10 രൂപ കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നമുക്ക്. ഇവിടെ ആരും ജോലി ചെയ്യില്ലല്ലോ. ഇവിടെ ആരൊക്കെ കടുത്ത ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം വെളിയിൽ നിന്നല്ലേ ആൾക്കാർ ഇവിടെ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് ജോലിക്ക്. ബംഗാളിൽ നിന്നും. കാരണം സാധാരണ ജോലിക്ക് എന്തുകൊണ്ടാണത്?
എന്തുകൊണ്ടാണ് ഇവിടെ ആരും ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ? ഇവിടെ ഉള്ളവരെല്ലാം വിദേശത്ത് പോവുകയാണ് ജോലിക്ക്. ഇവിടെ ജോലി സാധ്യതയില്ല. ഇന്നലെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് ഇന്നലെ പറഞ്ഞത്, പുള്ളി ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടിയതിനെ കുറിച്ച് അദ്ദേഹം വിഷമിക്കുന്നു. കാരണം ഇപ്പോഴത്തെ സർക്കാർ വന്നിട്ട് അവർക്ക് TA DA അതൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കല്ല, എന്റെ അല്ല, NGOയുടെ കണ്ടായിരുന്നല്ലോ ഇന്നലെ. മാഡത്തിന്റെ ഈ അഭിപ്രായത്തിന്റെ ഒരു പ്രശ്നമാണിത്. കേരളത്തിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഡിഗ്രി എങ്കിലും കഴിയാത്ത ഒരാളിനെ ഇന്ന് കാണാൻ പാടാണ്. ഡിഗ്രി ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് അവൻ പഠിച്ച 10-15 വർഷത്തിൻ്റെ ശേഷം അതിനും പറ്റുന്ന ഒരു ജോലിയെക്കുറിച്ചാണ് അവൻ ജോലി കൺസെപ്റ്റ് കാണുന്നത്. അത് കേരളത്തിൻ്റെ 4-ാമത്തെ വയസ്സിൽ കപ്പൽ ഡിപ്പാടത്ത് ഇറങ്ങുന്നവൻ ഇവിടെ വന്നിട്ട് ഇവിടെ കിട്ടുന്നത് അവനും വലിയ ഹൈടെക് വർക്ക് ജോലിയാണ്. അല്ല, അതെ, പക്ഷെ അവിടത്തെ സംബന്ധിച്ച് അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വിഷയത്തെ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിലവാരത്തിന് ജോലി ഇവിടെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ആ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ജോലി കൂലിയുടെ ഒരു പങ്ക് അവൻ നമ്മുടെ നാട്ടിലേക്ക് അയക്കും. ഇത് നമ്മുടെ നാട്ടിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഇന്നല്ല സുഹൃത്തെ, ഇത് കഴിഞ്ഞ ഒരു യവന കാലഘട്ടം മുതൽ കേരളത്തിലേക്കും മലയാളത്തിലേക്കും ആളുകൾ വന്നുകൊണ്ടിരുന്ന, അതിനു മുമ്പ് ഗ്രീക്കുകാരുടെ കാലം മുതൽ കേരളത്തിലേക്ക് ആളുകൾ വരികയും ഇവിടെ ആളുകൾ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് നമ്മുടേത്. ചൈനയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടേത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട്, നമ്മുടെ അസ്തിത്വത്തിൽ നിന്നുകൊണ്ട്, കേരളത്തിൻ്റെ അസ്തിത്വത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ അങ്ങ് ഇകഴ്ത്തിക്കളയുക എന്ന് പറയുന്നത് കേരളത്തിനെ ഇകഴ്ത്തുന്നതല്ല, പത്രപ്രവർത്തനത്തിൻ്റെതല്ല, ഒരിക്കലും. ചേട്ടൻ പറഞ്ഞു വികസനങ്ങളുടെ 1000 വികസനങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ 1-2 വികസനം ഞാൻ ചോദിച്ചു ചേട്ടനോട്. 1000 വികസനങ്ങൾ എന്ന് പറയുമ്പോൾ 1000 അല്ല, അതിൽ കൂടുതൽ പറയാം. അപ്പൊ നമ്മൾ ചോദിക്കൂലേ, 1000 വികസനം പറയാനടുത്ത് 2 വികസനം ചോദിക്കൂലേ? അതിപ്പോ നമ്മളാണെങ്കിൽ ചോദിക്കൂലേ? കാര്യമായി പറഞ്ഞേ. ഇനിയും ചോദില്ല. ഇനി ഏതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ് പ്രശ്നം? അപകടകരമായി കിടന്ന KSRTC ഇന്ന് മാന്യമായ നിലയിൽ കുഴപ്പമില്ലാതെ ഓടിക്കുന്നുണ്ട്. ഇവിടുത്തെ ബസ് ആളുകൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല. കഴിഞ്ഞ ഓണം നമ്മളിവിടെ കണ്ടു. സാധാരണ നമ്മുടെ പഞ്ചായത്തിലോ ബസ് മുതലാളിമാരുടെ വീട്ടിലോ എല്ലാ കൊല്ലവും ഓണത്തിന് ഒരു 15 വണ്ടി കയറ്റിയിട്ട് കൊടിയും കുത്തിയിടുമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ഓണ സമയത്ത് നിങ്ങളുടെ ആ ബൈറ്റ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഇരിപ്പുണ്ടൊക്കെ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു സമരം കണ്ടതില്ല. കഴിഞ്ഞ ഓണ സമയത്ത് ഈ തിരുവനന്തപുരം നമ്മുടെ ഈ സമരവീതിയിൽ എവിടെയെങ്കിലും ഒരു സമരം, പേരിനൊരു സമരം നടന്നു. എന്തുകൊണ്ടല്ലായിരുന്നു? കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ലേബർ യൂണിയൻ ലേബർ തൊഴിൽ വകുപ്പ് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് എല്ലാവരുമായിട്ടും അത്തരത്തിൽ, കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അത് കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോട് തന്നെയാണ് ഉറപ്പായിട്ടും. LDF ജനങ്ങൾക്ക് വേണ്ടിയാണോ ഭരിക്കുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതാണ് ഞങ്ങൾ അതിന്റെ നേട്ടങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ ജീവിത നിലവാരത്തിൽ ആളുകൾ ജീവിക്കുന്നത്. എല്ലാവരും വലിയ നിലവാരത്തിൽ. സംശയം മാഡം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര രൂപ വേണം മാഡം? എത്ര രൂപ വേണം? ഇന്ന് രാവിലെ മാഡത്തിന്റെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവൻ എത്ര രൂപ പോക്കറ്റ് മണി വെച്ച് കൊടുക്കണം? അവൻ എത്ര രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം? അല്ല, അത് വേണ്ട, അത് അല്ല, അവൻ എത്ര രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം? എത്ര രൂപയുടെ സൈക്കിൾ? പറഞ്ഞില്ലേ, മകനല്ല, എനിക്ക് മകളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇന്നൊരു കുട്ടി റോഡിലോട്ട് ഇറങ്ങും. ഒരിക്കലും അല്ല. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയത് ജീവിത നിലവാരത്തിലെ വർധനവ് തന്നെയാണ്. ഈ 10 വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടം. സംശയം എന്താ കരുതി? 10 വർഷത്തിന് മുമ്പുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങളുണ്ട്. എന്തായാലും ചേട്ടാ ഇവിടെ തന്നെ കാണുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് മാസങ്ങളേ ഉള്ളൂ ഇനി, ഇല്ലേ? അപ്പോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ചേട്ടാ ഇത് പറയണം. ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാകണം, അവസാനത്തെ ആളായിട്ട്. കമ്മ്യൂണിസത്തിനോട് എനിക്കെതിരില്ല. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല. എനിക്ക് ആരും അല്ലല്ലോ അവര്. ഞാനും കൂടെ വോട്ട് കൊടുത്തത് ഞാനും കൂടെയാണ്. അപ്പൊ എനിക്കും ചോദിക്കാനുള്ള അർഹതയില്ലേ? നിങ്ങൾ വോട്ട് കൊടുത്തെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ചേട്ടൻ പറഞ്ഞു. അല്ലല്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു നമ്മുടെ 10 വർഷം കൊണ്ട് സർക്കാർ ഉണ്ടാക്കിയ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കും, 2 നേട്ടങ്ങൾ പറയാൻ പറയും. ചേട്ടൻ 10 പറഞ്ഞതിൻ്റെ അല്ല, ഞാൻ 2 നേട്ടം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഈ പറയുന്ന ഒരു വ്യക്തികളുമായിട്ട് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പും നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഒരു സത്യാഗ്രഹം വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നതാണ്. MP ഗോവിന്ദൻ സാറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാം എനിക്ക് ഈ പറയുന്ന വ്യക്തികളുമായിട്ടൊന്നും യാതൊരുവിധ ഒന്നുമല്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് വ്യക്തിപരമല്ല.
പത്രപ്രവർത്തനം ചേട്ടന് അറിയാം എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു പത്രപ്രവർത്തനത്തിൽ ചേട്ടനും അറിയാമെന്ന് പറഞ്ഞു. പത്രപ്രവർത്തനം ആകുമ്പോഴത്തേക്ക് ചോദിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഏത് ചോദ്യങ്ങളും ഒരാളിനെ വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യുന്ന ചോദ്യം അല്ല ചോദിച്ചത്. അപ്പൊ ചേട്ടൻ പത്രപ്രവർത്തനത്തിൽ അങ്ങനെ പറയരുത്. ചോദ്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഉദ്ദേശങ്ങൾ കാണും. അത് സാധാരണക്കാർക്കുള്ള മറുപടിയാണ് നിങ്ങളും കൊടുക്കേണ്ടത്. അതെ, അപ്പൊ നമ്മൾ ചോദിക്കണം, ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അതുകൊണ്ടാണ് ഈ ചോദ്യത്തിനകത്ത് ഇന്ന സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ ഓക്കെ, നടക്കട്ടെ.